നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും വർഷിപ്പ് ടീമിനും വിശിഷ്യ ദീർഘവർഷങ്ങളായി ഞാൻ സഹോദരതുല്യം സ്നേഹിക്കുകയും ഞങ്ങൾ ഒന്നിച്ച് പല രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കാൻ കഴിയുകയും ചെയ്തിട്ടുള്ള കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുരേഷ് ബാബു, യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. എല്ലാറ്റിലും ഉപരി മഹാദൈവത്തിൻ്റെ തിരു സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മേഘത്തിൻ്റെ കീഴിൽ അവൻ നമ്മെ ക്ഷണിച്ചു കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാം ആദ്യം വന്നത് അവനാണ് നമ്മളെ കാത്തിരുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് ഇന്ന് വരുവാൻ കഴിഞ്ഞത്. ദൈവത്തെക്കുറിച്ച് ആളുകൾക്ക് പല അഭിപ്രായങ്ങളുണ്ട് ലോകത്തിൽ. ദൈവമില്ലെന്ന് പറയുന്നവരുണ്ട്, ഇവരാണ് നിരീശ്വരവാദികൾ. ദൈവം ഉണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയത്തില്ല എന്ന് പറയുന്ന അഗ്നോസ്റ്റിക്സ് ഉണ്ട്. എല്ലാം ദൈവമാണെന്ന് പറയുന്ന പാന്റിസ്റ്റ് ഉണ്ട്. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന വാക്യം ഞാൻ പറയാം. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവരും കാണാൻ കഴിയാത്തവരുമായ ആ മഹാദൈവം. കാണാനൊക്കാതൊരു ദൈവം മനുഷ്യർക്ക് കാണാൻ കഴിയയില്ല. ഈ പ്രപഞ്ചത്തെ ശൂന്യത വിളിച്ചു വരുത്തിയ മഹാദൈവം ഈ പ്രപഞ്ചത്തിൽ ഒതുങ്ങാത്ത ദൈവമാണ്. അവൻ സർവവ്യാപിയാണ്, അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്. ശൂന്യതയിൽ ഉണ്ടാകട്ടെ എന്ന് ഒറ്റ വാക്ക് കൽപ്പിച്ച് ദൃശ്യവും അദൃശ്യവുമായ കോടി കോടി ജ്യോതിർമണ്ഡലങ്ങളെ, നക്ഷത്രങ്ങളെ, ഗാലക്സികളെ വിളിച്ചു വരുത്തിയവനാണ് എൻ്റെ ദൈവം. ഈ ഭൂമി ചെറിയൊരു ഗോളമായ 40,000 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു പ്ലാനറ്റ്. ഇതിന്റെ 13 ലക്ഷം മടങ്ങ് വലിപ്പമുണ്ട് സൂര്യൻ താരതമ്യേന ചെറിയൊരു നക്ഷത്രം. അതുപോലുള്ള 40,000 കോടി നക്ഷത്രങ്ങളുണ്ട് മിൽക്കി വേ ഗാലക്സിയിൽ, നമ്മുടെ ഗാലക്സിയിൽ. അതുപോലെയുള്ള കോടി കോടി ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. മനുഷ്യബുദ്ധി കൊണ്ട് ഇതുവരെ എത്തിപ്പെടാൻ കഴിയാത്ത, ശാസ്ത്രജ്ഞന്മാർക്ക് അവരുടെ സങ്കല്പത്തിൽ പോലും എത്തിപ്പെടാൻ കഴിയാത്ത അതിവിശാലമായ പ്രപഞ്ചം, ഒരു മഹാപ്രപഞ്ചം, അതിനെ സൃഷ്ടിച്ചവനാണ് എൻ്റെ ദൈവം. അവനെയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഞാൻ വിളിക്കുന്നത്. അവനെയാണ് അബ്ബാ പിതാവേ എന്ന് ഞാൻ വിളിക്കുന്നത്. ആ ദൈവമാണ് എൻ്റെ ദൈവം. കണ്ണുകൊണ്ട് കാണത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ ദൈവത്തെ അറിയുന്ന? മനുഷ്യൻ ലോകത്തെ അറിയുന്ന 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, നാക്കുകൊണ്ട് രുചിക്കുന്നു, തൊക്കുകൊണ്ട് സ്പർശിക്കുന്നു. 5 ഇന്ദ്രിയങ്ങളാണ് മനുഷ്യർക്ക് അറിവ് കിട്ടുവാൻ. നമ്മുടെ തലച്ചോറിൽ അറിവ് കിട്ടുന്നത് ഈ 5 വഴികളിലൂടെയാണ്. എന്നാൽ ദൈവത്തെ കണ്ണുകൊണ്ട് കാണാനൊക്കത്തില്ല, ദൈവത്തെ കൈകൊണ്ട് തൊടാനൊക്കത്തില്ല, ദൈവത്തെ മൂക്കുകൊണ്ട് മണക്കാനൊക്കത്തില്ല, നാക്കുകൊണ്ട് രുചിക്കാനൊക്കെയില്ല, ചെവി കൊണ്ട് കേൾക്കാനൊക്കത്തില്ല. ഈ ദൈവത്തെ എങ്ങനെ അറിയും? ലോകമതങ്ങൾ പറയുന്നു ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ ദൈവം ഇരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് ചെല്ലുക. അങ്ങനെയാണ് തീർത്ഥാടനം ഉണ്ടായത്. ദൈവം ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടെന്ന് ആളുകൾ പറയുമ്പോൾ അവിടെയൊക്കെ കൂട്ടമായി പോവുകയാണ്. ദൈവത്തിന്റെ അടുക്കിലേക്ക് എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന ആളുകൾക്ക് പൊതുവെ ഒരു സങ്കല്പമുണ്ട്. എന്നാൽ ദൈവം കാണാൻ കഴിയാത്തവൻ, നമുക്ക് കാണാൻ കഴിയാത്തവനാണ് എങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ ഒതുങ്ങാത്ത സർവ്വവ്യാപിയാണെങ്കിൽ എവിടെ ചെന്ന് കാണാനൊക്കും? മനുഷ്യന് അങ്ങോട്ടേന്ന് ദൈവത്തെ കാണാൻ കഴിയയില്ല, അങ്ങോട്ടേന്ന് ദൈവത്തെ തൊടാൻ കഴിയയില്ല. ദൈവം അദൃശ്യൻ, നമുക്ക് കാണാൻ കഴിയാത്തവൻ. ദൈവത്തെ തേടി പോകുന്നവർ ദൈവത്തെ കാണുന്നില്ല. പിന്നെ എങ്ങനെ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധമുണ്ടാകും? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ദൈവത്തിന്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയാത്തതുകൊണ്ട് ദൈവം നമ്മുടെ അടുക്കലേക്ക് വന്നു. അതിൽ പാപം ചെയ്ത മനുഷ്യ ദമ്പതികൾ, വിലക്കപ്പെട്ട കരിപറിച്ചു വന്ന മനുഷ്യ ദമ്പതികൾ, അവർക്ക് ദൈവ തേജസ് നഷ്ടപ്പെട്ട് നഗ്നരായി, അവർക്ക് ദൈവ ജീവൻ നഷ്ടപ്പെട്ട് ആത്മീയമായി മരിച്ചു. അവരോ ഏതൻ തോട്ടത്തിലൂടെ നിലവിളിച്ചുകൊണ്ട് നടക്കണമായിരുന്നു. ദൈവമേ നീ എവിടെ? ദൈവമേ നീ എവിടെ? അങ്ങനെ നിലവിളി ഏതൻ തോട്ടത്തിൽ കേൾക്കുന്നില്ല, മറിച്ച് മറ്റൊരു വിളി കേൾക്കുന്നു. ആദാമേ നീ എവിടെ? പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തെ തേടി അങ്ങോട്ട് ചെല്ലുകയല്ല, പാപം ചെയ്ത മനുഷ്യനെ തേടി ദൈവം ഇങ്ങോട്ട് വരികയാണ്. എന്ത് യോഗ്യതയും മനുഷ്യനുണ്ട്? ഒരു യോഗ്യതയും ഇല്ല, യോഗ്യത മാത്രമേ ഉള്ളൂ.
നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിന്റെ മൂക്കിൽ ഊതിയപ്പോൾ പ്രതിമ ജീവിച്ചു എന്നല്ല, മനുഷ്യനെ ഉണ്ടാക്കി. അവന്റെ മൂക്കിൽ, അവനെന്ന് വിളിക്കത്തക്കവണ്ണം മൃഗജീവൻ ഉണ്ടായിരുന്ന ഒരു ജീവിയെ ഉണ്ടാക്കിയിട്ട് ആ ജീവിയുടെ മൂക്കിൽ ഊതിയ ജീവശ്വാസം ശ്വാസോച്ഛ്വാസമല്ല, അത് മൃഗങ്ങൾ കൊണ്ട് സസ്യങ്ങൾ കൊണ്ട് മനുഷ്യന്റെ മൂക്കിൽ ഊതിക്കൊടുത്ത് ദൈവത്തിന്റെ ശ്വാസമാണ്. ദൈവത്തിന്റെ ശ്വാസം മനുഷ്യന്റെ അകത്ത് ആത്മാവിനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യന്റെ അകത്ത് ഒരു വിളക്ക് കത്തിച്ചു, ഒരു ദീപം കത്തിച്ചു. അതാണ് ആത്മാവ്. പാപം സംഭവിച്ചപ്പോൾ വിളക്ക് കെട്ടുപോയി. ഇന്നെന്താ ഈ കേരള സമൂഹത്തെ ചുറ്റുപാട് നിൽക്കുന്ന അതിഭയങ്കരമായ അതിക്രമങ്ങൾ, അകൃത്യങ്ങൾ. 7 വയസ്സുള്ള ബാലകനെ ഒരു മനുഷ്യൻ ചവിട്ടി കൊല്ലുന്നു. വേറൊരാളെ ഒരു ബാലികയുടെ തലക്കടിച്ച് തല പൊട്ടിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര കവർച്ചകൾ. പെൺകുട്ടിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്ത്. എന്താ കാരണം? വിളക്ക് കെട്ടുപോയി. അകത്ത് വിളക്കില്ല, അകത്ത് വെളിച്ചമില്ല, അകത്ത് ആത്മാവിന്റെ പ്രവർത്തനമില്ല. നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരായി മനുഷ്യൻ നടക്കുകയാണ്. അയോഗ്യനായ മനുഷ്യൻ, തെറ്റുകാരനായ മനുഷ്യൻ, ദോഷിയായ മനുഷ്യൻ, അവൻ ഒരിക്കലും ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയത്തില്ല എന്ന കാരണത്താൽ ദൈവം അവനെ തേടി വന്നു. അതിന് പറയുന്ന പേരാണ് കൃപ. കൃപയെന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാത്തവന് ദൈവം കൊടുക്കുന്ന ദാനം, അൺമെറിറ്റഡ് ഗിഫ്റ്റ്. ഒരു മെറിറ്റുമില്ലത് കിട്ടിയവന്, ഒരു മെറിറ്റുമില്ലാത്തവന് ദൈവം കൊടുത്ത ദാനമാണ് കൃപ. അതുകൊണ്ട് കൃപ കിട്ടിയ ഒരുത്തനും ദൈവസനയിൽ എഴുതിയിട്ട് തന്നെ പുകഴ്ത്താൻ ഒക്കത്തില്ല. കാരണം പുകഴ്ത്താനുള്ളതെല്ലാം വെട്ടിക്കളഞ്ഞിട്ടാണ് കൃപ കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ദൈവസന എഴുതിയിട്ട് എന്നെ നിങ്ങൾക്ക് അറിയാമോ, എൻ്റെ വിദ്യാഭ്യാസം അറിയാമോ, എൻ്റെ കുടുംബം അറിയാമോ, ഞാൻ ആരാണെന്ന് അറിയാമോ, ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര ആളുകൾ ഇന്ന ആളുകളുണ്ടെന്ന് അറിയാമോ, ഇതൊക്കെ പറയുന്ന കൃപയെക്കുറിച്ച് അറിവില്ലാത്തവന്. കൃപയുള്ളവൻ എന്താ പറയും? ആ പാപികളിൽ ഞാൻ ഒന്നാവൻ. എനിക്ക് പ്രശംസിപ്പാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിലും അവന്റെ ക്രൂശിലും മാത്രമാണ്. കൃപ മനുഷ്യനെ തേടി വന്നു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നീ അങ്ങോട്ട് എന്ന് രക്ഷിക്കപ്പെട്ടതല്ല, ദൈവം ഇങ്ങോട്ട് വന്ന് നിന്നെ രക്ഷിച്ചതാ. നീ അങ്ങോട്ട് ദൈവത്തിന്റെ പുറകെ എന്നതല്ല, ദൈവം ഇങ്ങോട്ട് നിന്റെ പുറകെ വന്നതാ. അതാ കൃപ. കാരണം എന്താ? ദൈവം സ്നേഹമാണ്. ദൈവത്തിന്റെ കൃപ എല്ലാവരുടെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നാൽ ചിലർ സ്വീകരിക്കുന്നു, ചിലർ സ്വീകരിക്കുന്നില്ല. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഈ കണ്ണുകൊണ്ട് കാണാനൊക്കത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ അറിയുന്നത്? പിതാവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. വെളിപ്പെടുത്തലാണ്. കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ്. ഹൃദയം കൊണ്ടുള്ള കാഴ്ചയ്ക്ക് ആ വെളിപ്പാടെന്ന് പറയുന്നത് നമ്മുടെ അകത്ത് ദൈവത്തെ അറിയുവാനുള്ള കാരണം അകത്തെ കണ്ണ് ദൈവം തുറന്നു. ഈ ലോകത്തിലെ അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി, മനസ്സിന്റെ കണ്ണ് കുരുടാക്കി. അതുകൊണ്ട് ദൈവത്തെ അവർക്ക് കാണാൻ കഴിയയില്ല, ദൈവശബ്ദം കേൾക്കാൻ കഴിയയില്ല. ദൈവശബ്ദം കേൾക്കുന്ന ഈ ചെവിയിലല്ല, ഹൃദയത്തിലാണ്. ദൈവത്തെ കാണുന്ന ഈ കണ്ണുകൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. ദൈവവുമായി നമ്മൾ സംസാരിക്കുന്ന ഹൃദയം കൊണ്ടാണ്. നമ്മുടെ ഹൃദയമാണ് ദൈവവുമായി ബന്ധപ്പെടുന്നത്. അവിടെ നമുക്ക് കിട്ടുന്ന അറിവിന്റെ പേരാണ് റെവലേഷൻ നോളജ്. ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ ഭൗതികമായ സാഹചര്യം കൊണ്ട് അടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അകത്ത് റെവലേഷൻ നോളജ് വേണം. ഒരു വെളിപ്പാട്. എന്തോ വെളിപ്പാട്? ഇതിവിടെ ഒരാൾ നടക്കുന്നുണ്ട്, ഇതിനിടയിൽ കൂടെ ഒരാൾ നടക്കുന്നുണ്ട്. അവൻ തേജസ്സിന്റെ കർത്താവാ. അത് ആണിപ്പാടിറ്റ് കൈയുള്ളവനാ. അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവനാ. ഇത് വെളിപ്പാടിൽ കാണണം. അവന്റെ തിരുസാന്നിധ്യം ഇവിടെ ഉണ്ട്, അത് വെളിപ്പാടിൽ കാണണം. അവരെ ആത്മാവിന്റെ കാറ്റിവിടെ വീശുന്നുവെന്ന് വെളിപ്പാടിൽ കാണണം. ഹൃദയം കൊണ്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഞാൻ മീറ്റിങ്ങിന് വരുമ്പോൾ തന്നെ നേരത്തെ തന്നെ ഹൃദയം കൊണ്ട് ഈ മീറ്റിങ്ങിനെ കാണും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഈ മീറ്റിങ്ങിനെ കാണും. എങ്ങനെ കാണും? ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഒരു മേഘം പോലെ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. ആ മേഘത്തിൽ നിന്ന് ഒരു നൂൽ മഴ പെയ്തിറങ്ങുന്നു. ആ നൂൽ മഴയുടെ നിറം പൊന്നിൻ്റെ നിറമാണ്. ഞാൻ പണ്ട് പ്രസംഗിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പൊന്നിൻ്റെ നിറമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന്. എന്നാൽ സെക്കരിയാവിൽ വായിച്ചപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് അഭിഷേകത്തിലുള്ള എണ്ണയെക്കുറിച്ച് പൊൻനിറമായ എണ്ണ. അപ്പൊ ഇവിടെ പെയ്തിറങ്ങുന്ന പൊൻനിറമുള്ള അഭിഷേകത്തിന്റെ എണ്ണ ഇന്നിവിടെ പെയ്തിറങ്ങുകയാണ്. വെളിപ്പാടിൽ കാണണം. ലേഖനം 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തെ ജ്ഞാനത്തിന്റെയും
വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതരം ഇന്നതെന്നും അവന്റെ ബലത്തിനും വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതി അറിയിച്ചതാ. റോമൻ ചക്രവർത്തി അരിശിവനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടാൽ ഇവരെ ശുശ്രൂഷ തീരുവന്ന്. പക്ഷെ അവിടെ ഇട്ടത് കൊണ്ട് ഇന്ന് രാത്രിയും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ പ്രസംഗിച്ച് അവൻ എഴുതിയ വചനം ഇവിടെ എടുത്ത് പ്രസംഗിക്കുകയാണ്. ലോകത്തിൽ ഒരു ശക്തിക്ക് നിന്റെ ശുശ്രൂഷ കളയാനൊക്കത്തില്ല. ആര് വിചാരിച്ചാലും നിന്നെ തൊടാൻ കഴിയത്തില്ല. സ്വർഗസ്വനായ പിതാവ് അറിയാതെ നിന്റെ തലയിലെ മുടി താഴെ വീഴുകയില്ല. കാലത്തിയോളം അവർക്ക് ഹാനി വരുത്തുവാൻ കഴിഞ്ഞില്ല എന്ന് വെളിപ്പാടിൽ വായിക്കുന്നു. 2 സാക്ഷികൾ ആന്റിക്രൈസ്റ്റ് മരിക്കുമ്പോൾ അവനെതിരെ യെരുശലേമിൽ പ്രസംഗിക്കുകയാണ്. അവനെ കൊല്ലുവാനായിട്ട് പട്ടാളക്കാർ വന്നു, വെടിവെച്ചു. പക്ഷെ അവർ ചത്തില്ല. അവരെ കൊല്ലാൻ വരുന്നവരെല്ലാം മരിച്ചു താഴെ വീണു. അവരുടെ ശുശ്രൂഷാകാലം 3.5 വർഷമായിരുന്നു. അത് തികയുവോളം അവർക്ക് ഹാനി വരുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. ദൈവം നിനക്ക് വേണ്ടി കുറിച്ചു വെച്ച ഒരു സമയമുണ്ട്. ആ സമയം തികയുന്നത് വരെ അന്ത്യക്രിസ്തുവല്ല ആരെല്ലാം നിനക്കെതിരെ പോരാടിയാലും ഒരു ഹാനിയും വരുത്താൻ കഴിയുകയില്ല. ഹൃദയത്തിൽ ബോധ്യമുള്ളവർ കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യാം. We praise you Lord. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ഈ ലേഖനത്തിൽ ആദ്യത്തെ ഭാഗം ഇതാണ്. മുഖവര പറഞ്ഞിട്ട് പറയുക, സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനിയൊന്നും ബാക്കി കിട്ടാനില്ല. സ്വർഗത്തിലെ സകല അനുഗ്രഹവും നമുക്ക് തന്നു. അതിന് വെളിപ്പെട്ടാൽ മതി. പുതിയതായിട്ടൊന്നും തരണ്ട. സഭയ്ക്ക് അവൻ സകല അനുഗ്രഹം കൊടുത്തിരിക്കുകയാണ്. എന്താണ് ആ സകല അനുഗ്രഹം എന്ന് താഴോട്ടുള്ള വാക്യങ്ങളുടെ 7 അനുഗ്രഹങ്ങളാണ് പറയുന്നത്. അതിലൊന്നാമത്തെ, നാം തന്നെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവരിൽ തെരഞ്ഞെടുക്കുകയും തിരുവനന്തപുരത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു എതിർത്തെടുക്കേണ്ടതിന് ഒരു പ്രിയനായി നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമത്തിന് പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. ഒന്നാമത്തെ കാര്യം, ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. എന്നാ തെരഞ്ഞെടുപ്പ്? ആ മീറ്റിങ്ങിന് പോയപ്പോൾ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ കർത്താവിനെ സ്വീകരിച്ചു. അന്ന് എന്നെ തെരഞ്ഞെടുത്തല്ല. അന്നല്ല തെരഞ്ഞെടുത്തത്. നീ ജനിച്ചപ്പോഴാണോ? അല്ലല്ല. ലോകസ്ഥാപനത്തിന് മുൻപ് വെളിപ്പാടിൽ കാണണം. അത് ഹൃദയം കൊണ്ട് കാണണം. അത് യുക്തിയുക്തമായി ചിന്തിച്ചല്ല അറിയേണ്ടത്. അകത്ത് വെളിപ്പാട് കയറണം. എന്ന് ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. ഈ ലോകസ്ഥാപനത്തിന് മുൻപ് ക്രിസ്തു യേശുവിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. അപ്പോസ്തലനായ പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചാണ് സൂര്യനെ കവിയുന്ന വെളിച്ചം പിന്നെ അവൻ താഴെ വീണു. ശൗലേ ശൗലേ നീ ഉപദ്രവിക്കുന്നു എന്ന ശബ്ദം കേട്ടു. ജാതികൾക്ക് എന്റെ സാക്ഷിയായി നിൽക്കാൻ ഞാൻ തെരഞ്ഞെടുത്ത ഒരു പാത്രമാണെന്ന് പറഞ്ഞു. ശൗലി വിചാരിച്ച അന്നാ ദൈവം കണ്ടതെന്ന്. ഗലാത്യലേഖനത്തിൽ അവൻ എഴുതി, എന്റെ ജനനം മുതൽ എന്നെ വിളിച്ചു വർദ്ധിച്ച എന്റെ ദൈവം. അന്നല്ല കണ്ട, ജനിച്ചപ്പം മുതലേ ദൈവത്തിന്റെ നോട്ടം എന്റെ മേലുണ്ടായിരുന്നു. കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ മനസ്സിലായി, ജനിച്ചപ്പോഴല്ല, ലോകസ്ഥാപനത്തിന് മുൻപ്. അകത്തോട്ട് കയറട്ടെ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം തന്നെ തെരഞ്ഞെടുത്തതാ. ദൈവത്തിന് തെരഞ്ഞെടുപ്പുകൊണ്ട് ദൈവത്തിൽ വന്നിരിക്കുന്നത്. അവരെ തെരഞ്ഞെടുക്കാൻ എന്താ, ഇവരെ തെരഞ്ഞെടുക്കാൻ അതിന്റെ ചോദ്യമല്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ഇതെ സംബന്ധിച്ച് നാം എന്ന് പറയേണ്ടു. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ആരെയൊക്കെ തെരഞ്ഞെടുക്കുക ദൈവത്തിന്റെ ഉദ്ദേശമാണ്. അവിടെ ഡെമോക്രസി ഇല്ല, അവിടെ സമത്വമൊന്നുമില്ല. അവന് ഇഷ്ടം തോന്നണമെന്ന് അവൻ ഇഷ്ടം തോന്നുന്നു. അവൻ ധന്യനായ ഏകാധിപതിയാ. അവൻ രാജാതി രാജാവാ. ആരോടും അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം അവനില്ല. നിന്നെ തെരഞ്ഞെടുത്തത് നിന്റെ ഭാഗ്യം. നിന്നെ തെരഞ്ഞെടുത്തത് നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ കൃപ, ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ദൈവം തെരഞ്ഞെടുത്തവനാണ് നീ. വെറുതെ വന്നു കയറിയതല്ല. മഴക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കിഴക്കൻ പ്രദേശങ്ങളിൽ മഴ പെയ്യുമ്പോൾ മലയിൽ നിന്ന് വെള്ളം ഒഴുകി ആറ്റിൽ കൂടെ പടിഞ്ഞാറൻ നാട്ടിൽ വരും. ഞാൻ പടിഞ്ഞാറൻ നാട്ടിൽ താമസിക്കുന്ന ആളാണ്. അതിനകത്ത് വൃക്ഷങ്ങളുടെയൊക്കെ കായെല്ലാം ഒഴുകി വന്നിട്ട് വെള്ളം താഴുമ്പോൾ ആറ്റ് തീരത്ത് ഉള്ള എക്കലിൽ അത് വളരാൻ തുടങ്ങും. അങ്ങനെ ആറ്റ് തീരത്തൂടെ പോയാൽ പല പാഴ്മരങ്ങളും നിൽക്കുന്ന കാണാം.
അതെങ്ങനെ വന്ന? വെള്ളപ്പൊക്കത്തിൽ വന്ന തന്നെ കെടുത്തുക. പിന്നെ വലിയൊരു വെള്ളം വരുമ്പോൾ അത് ഒഴുകിയും പോകും. എന്നാൽ നീ നടുതലയാ, നിന്നെ ദൈവം നട്ടതാ. നീ ഒഴുക്കത്ത് വന്ന് കയറിയതല്ല, ദൈവം നിന്നെ നട്ടതാണ്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം ദൈവം നിന്നെ നട്ടതാണ്. നീ തിരഞ്ഞെടുക്കപ്പെടും. ഉറപ്പുള്ളവരെന്നോട് ചേർന്ന് പറയണം, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ധൈര്യമായിട്ട് പറ, ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഇനി ഒന്നും പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട, ലോകത്തെ പേടിക്കണ്ട, പിശാചിനെ പേടിക്കണ്ട. ദൈവത്തിന്റെ വലിയ തെരഞ്ഞെടുപ്പിനകത്ത് നീ പെട്ടു. ഇതെങ്ങനെ സാധിച്ചു? കൃപയാൽ. എന്താ കൃപ? യോഗ്യതയില്ലാത്തവരും ദൈവം കൊടുത്ത ദാനം. എൻ്റെ യോഗ്യതയല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എനിക്കുണ്ടായി. നിന്റെ അമ്മ നിന്നെ അറിയുന്നതിന് മുമ്പ് ദൈവം നിന്നെ അറിഞ്ഞു. നിന്റെ അപ്പൻ നിന്നെ അറിയുന്നതിന് മുമ്പ് ദൈവം നിന്നെ അറിഞ്ഞു. ഗൈനക്കോളജിസ്റ്റിനെ അറിയുന്നതിന് മുമ്പ് ദൈവം നിന്നെ അറിഞ്ഞു. നിന്റെ നാട്ടുകാർ തന്നെ അറിയുന്നതിന് മുമ്പ് ദൈവം നിന്നെ അറിഞ്ഞു. ദൈവം നിന്നെ നീ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞു. നിന്റെ പേരവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. നിന്നെക്കുറിച്ചുള്ള പദ്ധതി, ദൈവത്തിന്റെ വിചാരങ്ങൾ വളരെയാണ്. ദൈവമേ, ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ വിചാരങ്ങൾ അനവധിയാണ്. അതെല്ലാം ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു നീ ജനിക്കുന്നതിന് മുമ്പ്. ദൈവത്തിന്റെ വലിയ പദ്ധതിയിൽ ഭൂമിയിൽ ജനിച്ച ഒരാളാണ്. നീ അറിയുന്നില്ലത്. കാരണം പിശാച് അത് നിന്നെ അറിയിക്കാൻ സമ്മതിക്കില്ല. നീ ഏറ്റവും സാധാരണക്കാരനാണെന്നും ഒരു പ്രത്യേകത ഇല്ലാത്ത ആളാണെന്നും തെറ്റിപ്പോകുന്ന ആളാണെന്നും ഒക്കെ എപ്പോഴും പിശാച് പറഞ്ഞ് നിന്നെ താഴ്ത്തിയിട്ടേക്കും. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ നിത്യ സ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു. എന്നാൽ നിത്യ സ്നേഹം, ഇറ്റേണൽ ലവ് എന്താണ് അതിനർത്ഥം? നിത്യതയ്ക്ക് ഇടയ്ക്ക് മുറിവില്ല. തുടങ്ങിയാൽ തീരുന്നവര് തുടക്കമില്ല ഒടുക്കമില്ലാത്ത നിത്യത. അതിൻ്റെ അർത്ഥം ഇടയ്ക്ക് വെച്ച് ദൈവം നിന്നുള്ള സ്നേഹം മുറിക്കത്തില്ല. ഇത്രയും ആളാണെന്ന് അറിഞ്ഞില്ല, അറിയാതെ ഞാൻ സ്നേഹിച്ചു. ഇപ്പം എനിക്ക് മനസ്സിലായി നീ ഇത്രയും ആളാണെന്ന്, അതുകൊണ്ട് എന്നെ സ്നേഹം തീർന്നു. ദൈവം പറയത്തില്ല, നിത്യ സ്നേഹമാണ്. എന്ന് നിന്നെ സ്നേഹിച്ച ആ സ്നേഹം ഇന്നുമുണ്ട്. നീ പുറകോട്ട് പോകുമ്പോഴും അവൻ്റെ കൃപ നിന്റെ പുറകെ വരിക. നീ വീഴുമ്പോഴും അവൻ്റെ കൃപ നിന്നെ താങ്ങി എഴുന്നേൽപ്പിക്കുക. നിന്നെ കരുതുന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെ സ്നേഹം നിന്നെ വിടത്തില്ല. അവൻ നിന്നെ പിടിച്ചെങ്കിൽ നിന്നെ വിടത്തില്ലവൻ. അവൻ നിന്നെ കൈക്ക് പിടിച്ചു നടത്തുക. നീ അല്ല അവൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത്, അവനാണ് നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ മുൻനിർത്തേണ്ടതിന് നീ ചെന്ന് നിൽക്കുകയല്ല, അവൻ നിർത്തുക നിന്നെ. ദൈവത്തിന്റെ കൃപയിൽ ദൈവം തന്നെ നിർത്തിയിരിക്കുക. ഇന്നെങ്ങനാ ഈ മീറ്റിങ്ങിന് വന്നത്? വീൽ ചെയറിൽ ആരെങ്കിലും വന്നോ? എനിക്കറിയത്തില്ല. ആരെങ്കിലും വടി കുത്തിപ്പിടിച്ച് വന്നോ? ആരെങ്കിലും കസരയിൽ എടുത്തുകൊണ്ട് വന്നോ? എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ വന്ന് ഇതുപോലെ ഇത്രയും നേരം ഇവിടെ ഇരിക്കത്തക്കോണം സൗകര്യവും ആരോഗ്യവും അവസരവും തന്നത് ആരാ? തന്നത് ദൈവത്തിന്റെ കൃപയാ. കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങിയ 10,000 ആളുകൾ ഇന്ന് രാവിലെ ഉണർന്നില്ല. മണ്ണദൂതൻ അവരെ കൊണ്ടുപോയി. പക്ഷെ ഇന്ന് രാവിലെ നീ ഉണർന്നു. എങ്ങനെ ഉണർന്നു? അവന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ. സകലവും അറിയുന്ന ദൈവം, മുൻകൂട്ടി സകലവും അറിയുന്നവനാ. അവൻ സർവജ്ഞാനിയ. ഈ മീറ്റിങ്ങിന് നീ വരുമെന്ന് ദൈവത്തിനറിയാം. കാരണം അവനെ കൊണ്ടുവരുന്നത്, അവൻ്റെ ആത്മാവ് വിളിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ വന്ന് ഏത് ചെയറിൽ നീ ഇരിക്കുമെന്ന് 100 കൊല്ലുമ്പോൾ ദൈവത്തിനറിയാം, 1000 കൊല്ലുമ്പോൾ ദൈവത്തിനറിയാം, ലോകസ്ഥാപനം ദൈവത്തിനറിയാം. സർവജ്ഞാനിയായി ദൈവത്തിൻ്റെ അറിവിൽപ്പെടാത്ത ഒരു കാര്യവും നിന്റെ ജീവിതത്തിൽ വരാൻ അവൻ സമ്മതിക്കുകയില്ല. ഇന്ന് ഇതിന് നടുവിൽ കൂടെ ഒരാൾ നടക്കുന്നുണ്ട്, യേശു ക്രിസ്തു. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്കറിയാമോ? അറിയത്തില്ല. സ്വന്തം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ഓർമ്മയില്ലാത്തവരുണ്ട്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവുന്ന ഒരാളിവിടെ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് അറിയാവുന്ന ഒരാളിവിടെ വന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമല്ല, നിങ്ങളുടെ തലയിൽ കൃത്യമായി എത്ര തലമുടിയുണ്ടെന്ന് അവനറിയാം. ഒരു മുടി താഴെ വീഴുന്ന അവൻ്റെ അറിവോട് കൂടെയാണ്. തലമുടി മാത്രമല്ല, നിന്റെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ടെന്ന് അവനറിയാം. ആ കോശങ്ങൾ, രോഗമുള്ള കോശങ്ങൾ ഏതാണെന്ന് അവനറിയാം, ആരോഗ്യമുള്ള കോശങ്ങൾ ഏതാണെന്ന് അറിയാം. നിന്റെ ശരീരത്തിന്റെ വീക്ക്നസ് എവിടെയാണെന്ന് അവനറിയാം. നിന്റെ ശരീരത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ആ രോഗബന്ധനം എവിടെയാണെന്ന് അവനറിയാം. ഇന്ന് രാത്രി വന്നിരിക്കുന്നവൻ സാധാരണക്കാരനല്ല. അവൻ മെഡിക്കൽ ഡോക്ടേഴ്സിനേക്കാൾ സ്പെഷ്യലിസ്റ്റാണ്. അവൻ ദൂരത്ത് നിന്നുകൊണ്ട് അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുകൾ കൊണ്ട് നിന്നെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ശരീരത്തെ സ്കാൻ ചെയ്യുമ്പോൾ അവൻ അറിയാം നിന്റെ രോഗങ്ങൾ എവിടെയാണ്, താഴ്ചകൾ. ഇന്ന് അതറിയുക മാത്രമല്ല, അവിടെ അവൻ സൗഖ്യം വരുത്തുന്നു.
നിന്റെ ആന്തരിക അവയവങ്ങൾക്ക് രോഗവുമായി നീ വന്നിരിക്കുന്നെങ്കിൽ ഇവിടെ കീറി മുറിച്ച് ചോര ഒഴുക്കാതെ നീ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അവൻ്റെ വചനം, ശക്തിയുള്ള വചനം അയച്ച് അവൻ നിന്നെ സൗഖ്യമാക്കുന്നു. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രോഗശാന്തിയുടെ കൃപ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അത്ഭുത രോഗശാന്തിയുടെ കൃപ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ വെളിപ്പാട് ഇന്ന് രാത്രി കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നീ ആരാകണമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്, അതാണ് നീ അറിയേണ്ടത്. പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ചെന്ന് ചേരുന്നില്ല എന്ന വാക്കിന്റെ അർത്ഥം. അമാർട്ടിയ എന്ന വാക്കാണ് അപ്പോസ്തലനായ പൗലോസ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ച അമാർട്ടിയ. ഏതൻസിലെ ഒളിമ്പിക്സ് കളിക്കളങ്ങളിൽ അമ്പെയ്ത്ത് മത്സരമുണ്ട്. ദൂരെയുള്ള ലക്ഷ്യത്തിലേക്ക് അമ്പെയ്ത് വിടുമ്പോൾ കൃത്യമായി ലക്ഷ്യത്തിൽ തറച്ച ബുൾസൈ എന്നറിയപ്പെടുന്ന ആ ലക്ഷ്യത്തിൽ തറച്ചോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് അമ്പയർ നിൽപ്പുണ്ട്. ലക്ഷ്യം മാറിപ്പോയെങ്കിൽ അവൻ വിളിച്ചു പറയും അമാർട്ടിയ. അതിനർത്ഥം ലക്ഷ്യത്തിൽ കൊണ്ടില്ല. ഇതാ പാപം. ദൈവം നിന്നെക്കുറിച്ച് കണ്ടുവച്ച ലക്ഷ്യത്തിൽ നീ എത്തുന്നില്ലെങ്കിൽ അതിൻ്റെ പേരാ പാപം. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് നീ ചെല്ലാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് നിന്നെക്കുറിച്ചുള്ള വിചാരങ്ങളെക്കാൾ ഉന്നതമാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള വിചാരങ്ങൾ. നീ നിനക്ക് വേണ്ടി കണ്ടുവച്ച വഴികളെക്കാൾ ഉന്നതമാണ് ദൈവം നിനക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന വഴികൾ. നിന്റെ ജീവിത പാതയിൽ നിന്നെ തകർത്ത് കളയുവാൻ നിനക്ക് വിരോധമായി കൂട്ടം കൂടി ദുഷ്ടശക്തികൾ പോരാടുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രി അവൻ അവരെ ചിതറിക്കുന്നു. ഇന്ന് രാത്രി അവരുടെ ആയുധങ്ങളെ നിഷ്ഫലമാക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ വഴിയിൽ അപകടം വരുത്തുവാൻ, നിന്റെ വഴിയിൽ കെണികൾ ഒരുക്കുവാൻ, നിന്റെ വഴിയിൽ നിന്നെ തകർത്ത് കളയുവാൻ ഗൂഢാലോചന ചെയ്തുകൊണ്ട് നിനക്ക് വിരോധമായി പോരാടി നിൽക്കുന്ന ദുഷ്ടശക്തികൾ. പക്ഷേ ഒരു കാര്യം ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. കൈവിടാത്തവൻ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പോരുകൾ വരട്ടെ, പോരാട്ടങ്ങൾ വരട്ടെ, ശത്രുക്കൾ നിന്റെ മുമ്പിൽ വീണു പോകും. വൈരികൾ നിന്റെ മുമ്പിൽ ലജ്ജിച്ചു പോകും. നിന്നോട് എതിർക്കുന്നവർ നിന്നെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്തു, ലോകസ്ഥാപനത്തിൽ തിരഞ്ഞെടുത്തു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ തർക്കം പൗലോസ് എഴുതുന്നുണ്ട്. നാം എന്ത് പറയേണ്ടു? ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. കുറ്റം ചുമത്തുന്നവൻ ആര്? നീതീകരിക്കുന്നവൻ ദൈവം. കുറ്റം ചുമത്തുന്നവൻ ആര്? ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? പിശാച് നിന്നോട് പറയും നീ എപ്പോഴും ഒറ്റപ്പെട്ടു പോയി, ദൈവം കൈവിട്ടു. പെട്ടെന്ന് കോപിക്കുന്ന ഒരാളാണ്. ദൈവത്തെക്കുറിച്ച് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുക. ചെറിയ പ്രായം മുതൽ കുഞ്ഞുങ്ങളോട് പറയും പേടിപ്പിക്കും. ദൈവം ശിക്ഷിക്കും, ദൈവം അടിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ വളർന്നു കഴിയുമ്പോഴും എപ്പോഴും ശിക്ഷിക്കുന്ന ദൈവത്തെ ഓർമ്മ, അടിക്കുന്ന ദൈവത്തെ ഓർമ്മ. അതുകൊണ്ട് നീ എപ്പോഴും തെറ്റുകാരനാണെന്ന നിന്റെ മനസ്സിലെ ചിന്ത. നീ നിന്നെക്കുറിച്ച് ധരിക്കുന്നതിനേക്കാൾ നല്ലവനാ നീ നിന്നെക്കുറിച്ച് തെറ്റിദ്ധരിച്ചു വെച്ചേക്കുകയാണ്. നിന്നെക്കുറിച്ച് നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ദൈവം നിന്റെ പക്ഷത്തുള്ളത് കൊണ്ട് നീ നിന്നെ താഴ്ത്തേണ്ട കാര്യമില്ല. ദൈവവും ഭാഗം നിന്നെ താഴ്ത്തണമെന്നാൽ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നീ നിന്നെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കില്ല. പിശാചിന്റെ തന്ത്രമാണത്. നിനക്ക് കഴിവില്ല, കഴിവത്തില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒരു പ്രൈമറി ക്ലാസ്സിലെ കുട്ടിയെ കൊണ്ട് ഒരു പിതാവ് വന്ന് ഇപ്പം പരീക്ഷയെല്ലാം കഴിഞ്ഞ് അവന് മാർക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ ആൾ ആ കുട്ടിയെ എത്രമാത്രം താഴ്ത്തിപ്പോ അത്രയും പറയുക, ഇവൻ മണ്ടൻ, ഇവൻ തിരുമണ്ടൻ, ഇവൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നെല്ലാം പറഞ്ഞ് തള്ളി പറയുക. ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ അതാ കയറുന്നത്. അവൻ്റെ അപ്പൻ പറയുന്നു അവൻ തിരുമണ്ടനാണ്. ഏശാവും യാക്കോബും ജനിച്ചപ്പോൾ ട്വിൻസാണ്. ഏശാവ് പുറത്തു വന്നപ്പോൾ ഏശാവിൻ്റെ കാലയിൽ യാക്കോബ് പിടിച്ചിട്ടുണ്ട്. സൂതികർമ്മിണി പറഞ്ഞു ഇവൻ ഉപായ കണ്ടോ, ആദ്യം ജനിക്കാൻ വേണ്ടി ചേട്ടൻ്റെ കാലെ പിടിച്ച് വലിക്കുക. ആ കുഞ്ഞിനൊന്നും അറിയത്തില്ല. അമ്മയുടെ ഉദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന കുഞ്ഞിന് ഇതുവല്ലോ അറിയാം. പക്ഷേ സൂതികർമ്മിണി പറഞ്ഞു ഇവൻ ഉപായി. അവരുടെ ഭാഷയിൽ ഉപായി എന്ന് പറഞ്ഞ യാക്കോബ്. സൂതികർമ്മിണി വിളിച്ചു ഇവൻ ഉപായി, അവൻ യാക്കോബ്. അമ്മ വിളിച്ചു ഇവൻ ഉപായ. അപ്പൻ പറഞ്ഞു ഇവൻ ഉപായ. നാട്ടുകാർ പറഞ്ഞു ഇവൻ ഉപായ. ഇവൻ ധരിച്ചു ഞാൻ ഉപായ. കാരണം എല്ലാവരും അങ്ങനെയല്ലേ പറയുന്നത്. അതുകൊണ്ട് ഉപായങ്ങൾ കാണിക്കാൻ തുടങ്ങി. ചേട്ടനെ ഇന്ന് ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കാൻ ചുവന്ന പായസം ഉണ്ടാക്കി. ചുവപ്പാണ് ദൂരെ നിന്ന് കാണുന്ന കളർ. ഇതാര് പഠിപ്പിച്ചെന്നറിയത്തില്ല. അവൻ ചുവന്ന പായസം ഉണ്ടാക്കി. കാരണം അവൻ്റെ അകത്ത് ലക്ഷ്യബോധം അത്രയുമുണ്ട്. അവന് വേണ്ടിയത് ജ്യേഷ്ഠാവകാശം.
ചുവപ്പ് പായസം ഉണ്ടാക്കി ചേട്ടന് കൊടുത്തിട്ട് ജ്യേഷ്ഠാവാസം തട്ടിയെടുത്തു. കണ്ണു കാണാത്ത അപ്പൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ നിന്റെ ആദിജാതനായ ഏശാവാണെന്ന് പറഞ്ഞ് ഏശാവിൻ്റെ ഉടുപ്പ് ഇട്ടോടി എന്ന് അനുഗ്രഹം തട്ടിയെടുത്തു. ഉപായം. ലാബാന്റെ അടുക്കൽ ചെന്നപ്പോൾ ആടുകൾ, നിറമുള്ള ആടുകൾ, പുള്ളികളുള്ള ആടുകൾ. അപ്പൊ അത് കൂട്ടമായി ജനിക്കാനുള്ള പണികൾ അവൻ ചെയ്തു. ഉപായമാണ്. ഒരു ദിവസം പിടികൂടി ദൈവം. എന്റെ ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ നിന്നെ വിടുകയില്ല. ഏശാവ് 400 ആളുകളുമായി ഏറ്റവും നേരെ വരുന്നു. അവൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഞാൻ അവനെ കൊല്ലുമെന്നാണ്. എന്നെ കൊല്ലാൻ വരികയാണ്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവം എന്നെ വിട നേരം വിളിക്കാൻ മതിയില്ല, ഞാൻ നിന്നെ വിടുകയില്ല. ഒടുവിൽ ദൈവം ചോദിച്ചു, നിന്റെ പേരെന്നവാ? സകല നക്ഷത്രങ്ങളുടെയും പേരറിയാവുന്ന ദൈവം യാക്കോബിനെ വിളിക്കുക, നിന്റെ പേരെന്തുവാ? അവൻ പറഞ്ഞു, എന്റെ പേര് യാക്കോബ്, എന്റെ പേര് ഉബായി. ഇതാ നീ ധരിച്ചോണ്ട് നടന്നത്. ലോകക്കാർ നിന്നെ കുറിച്ച് പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. എന്നാൽ നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവുക. നിന്റെ പേര് ഇസ്രായേൽ. ദൈവത്തോടു കൂടെ നീ പ്രഭുവാണ് എന്ന് വെച്ചാൽ പേര് ദൈവം മാറ്റുകയാണ്. നിന്നെ കുറിച്ച് നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മറ്റുള്ള ആളുകൾ പറഞ്ഞതെല്ലാം നീ വിശ്വസിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞത് ഭോഷ്കാണ്, അവർ പറഞ്ഞത് വ്യാജമാണ്. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂടുന്നവരെ പാചിയല്ലോ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. രണ്ടാമത് അനുഗ്രഹം ദൈവം തിരഞ്ഞെടുത്തെന്ന് മാത്രമല്ല, ദൈവം മുൻ നിയമിച്ചു. പ്രീഡെസ്റ്റിൻഡ്. ഇനി മാറ്റമില്ല. ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്തവരാണ്. നിന്റെ ഡെസ്റ്റിനി നിനക്ക് മാറ്റാനൊക്കത്തില്ല. നിന്റെ പാത സ്വർഗത്തിലേക്കാ. നീ കൃപയുടെ വഴിയിൽ കൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. നീ ദൈവത്തിൽ ആശ്രയിച്ച് അവൻ നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ നടത്തിക്കൊണ്ടിരിക്കുക. ദൈവം വീണ്ടെടുക്കപ്പെടുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ആ ലിസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ വെട്ടിക്കളഞ്ഞില്ല. അവൻ പറഞ്ഞു, ശരി, ഇയാളിരിക്കട്ടെ. ക്ലാസ്സിൽ പരീക്ഷ നടത്തിയിട്ട് ടീച്ചർ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കും. അത് പരീക്ഷ കഴിഞ്ഞ് ചെയ്യാനൊക്കെ ഒരു ടീച്ചർക്ക്. ദൈവമാണ് പരീക്ഷ ഇട്ടെങ്കിൽ 1 മാസം മുമ്പ് മാർക്ക് ലിസ്റ്റ് എഴുതി വെക്കാം. കാരണം സർവജ്ഞാനിയാണ്. അപ്പം മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ഈ കുട്ടിക്ക് ഇത്രയും മാർക്ക് വേണ്ടെന്ന് പറഞ്ഞ് വെട്ടിയില്ല. അവൻ നിന്നെ നിയമിച്ചു, അവനത് ഉറപ്പിച്ചു. അടുത്തത് 7 അനുഗ്രഹമാണ്. അവന് നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എന്ത് ന്യായത്തിലാണ് നമ്മെ മുന്നേമിച്ചത്? എന്ത് ന്യായത്തിലാണ് നമ്മെ തിരഞ്ഞെടുത്തത്? പാപിയും ദോഷിയുമായിരുന്ന എന്നെ ലോകസ്ഥാപനത്തിൽ ദൈവം തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ എന്റെ പാപത്തിനൊന്നും ദൈവത്തിന് വിഷയമല്ലേ? വെറുതെയല്ല തിരഞ്ഞെടുത്ത്, വെറുതെയല്ല മുൻ നിയമിച്ചത്. ദൈവം വില കൊടുത്തു. ദൈവം വില കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഈ പ്രപഞ്ചത്തെ കോടി കോടി നക്ഷത്രങ്ങളുള്ള ഗാലക്സിയുള്ള ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് ആകെ ചെലവായത് ഒറ്റ വാക്ക്. ഉണ്ടാകട്ടെ. ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായി വന്നു. നിങ്ങളെ ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നിരുത്താൻ, ദൈവവിധലാക്കുവാൻ ദൈവത്തിന് ചെലവായത് ഒറ്റ വാക്കല്ല. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തകർത്തിട്ട് അവന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. നമ്മൾ വെറുതെ ഇരിക്കുകയല്ല, രക്തത്താൽ കഴുകപ്പെട്ടവരാണ്. നിന്നെ വിഴുങ്ങേണ്ടതിന് വൈരാഗ്യത്തോടെ നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് ദുഷ്ടശക്തികൾ നിനക്ക് വിരോധമായി പാഞ്ഞു വരുമ്പോൾ സ്വർഗത്തിൽ ഒരു ശബ്ദമുണ്ട്, അടയാളമുള്ള ഒരുത്തരെയും തുടരുത്. യേശുവിന്റെ രക്തത്തിന്റെ അടയാളം നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, രണ്ടാമതൊരു അടയാളമുണ്ട്. അഭിഷേകത്തിന്റെ അടയാളം. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. 2 അടയാളമുള്ളത് കൊണ്ട് ദുഷ്ട പിശാചിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. നീ പിശാചിനെ പേടിക്കരുത്, പിശാച് നിന്നെ പേടിക്കണം. പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് പതുക്കെ പതുക്കെ നടന്നു പോകും. അങ്ങനെയല്ല വേദപുസ്തകം. അവിടെ പറയുന്നു, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നീ എതിർത്താൽ അവൻ ഓടിപ്പോകും. നീ പേടിച്ചാൽ നിന്നെ പേടിപ്പിക്കും. പേടിയുള്ളവരെ പേടിപ്പിക്കുന്നവരാണ് സാത്താൻ. ലോകത്ത് നടക്കുന്ന സകല സാധാരണ സേവയും പേടിക്കുന്ന മനുഷ്യരെ പേടിപ്പിക്കുകയാണ്. മന്ത്രവാദങ്ങളായാലും ക്ഷുദ്രപ്രയോഗങ്ങളായാലും പേടിക്കുന്ന മനുഷ്യരെ പേടിപ്പിക്കും. എന്നാൽ ഞാൻ പേടിക്കയില്ല എന്ന് നീ പറഞ്ഞാൽ ശത്രു നിന്നെ പേടിയാ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുമെന്ന് പറഞ്ഞാൽ ദുഷ്ടശക്തി നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴേ
ചതച്ചു കളയും. ദൈവവചനം പറയുക, നിന്റെ കാലിന്റെ കീഴെയിട്ട് നിന്റെ ശത്രുവിനെ ദൈവം ചതയ്ക്കും. രക്തത്തിന്റെ അടയാളങ്ങളോട് നിന്നെ തൊടാനൊക്കത്തില്ല. രണ്ടാം ലോകമായിട്ട് ഹിറ്റ്ലർ, ജർമ്മനിലെ ഹിറ്റ്ലർ ലോകത്തെ മുഴുവൻ വേട്ടയാടുകയാണ്. യഹൂദന്മാരെ കൊന്നുമുടിച്ചു. അവനാകെ പേടിയുള്ളത് ബ്രിട്ടീഷ് നേവി ആയിരുന്നു. ഒരു ഭൂഗോളം അവൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്നു. അവനതിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ ഭൂഗോളത്തിൽ ബ്രിട്ടീഷ് ഐൽസ് എന്ന ആ ദ്വീപ് ഇല്ലായിരുന്നെങ്കിൽ, അവർക്ക് ഇത്രയും ശക്തിയുള്ള നേവി ഇല്ലായിരുന്നെങ്കിൽ, ഈ ഭൂഗോളത്തെ എന്നെ കയ്യിലിട്ട് ഞാൻ അമ്മാനമാടുമായിരുന്നു. സാത്താൻ അത് തന്നെ പറയുന്ന കാൽവറിയിലേക്ക് ചൂണ്ടിക്കൊണ്ടവൻ പറയുന്നു, ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ കാൽവറി കുരിശിൽ അവന്റെ രക്തം ചിന്തിയില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തെ എന്റെ കയ്യിലിട്ട് ഞാൻ അമ്മാനമാടുമായിരുന്നു. ദൈവജനം സാത്താനെ കുഞ്ഞാടിന്റെ രക്തഹേതുവായും തങ്ങളുടെ സാക്ഷ്യത്തിന് ഹേതുവായും ജയിച്ചു. യേശു ഈ ഭൂമിയിൽ വന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ അവന്റെ ജീവൻ വെച്ചു കൊടുത്തു. ബേത്ലഹേമിൽ പിറന്നു 31 വയസ്സ് വരെ അവൻ ജീവിച്ചു. 31 വയസ്സായപ്പോൾ അവന്റെ ശരീരത്തെ യാഗമാക്കുവാൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. റോമൻ പട്ടാളക്കാർ അവനെ പിടിച്ചു കെട്ടി കഴുത്തോണ്ടെടുത്ത് കെട്ടിയിട്ടിട്ട് പീലാത്തോസിന്റെ ഉത്തരവനുസരിച്ച് അവനെ അടിച്ചു. തോൽവാർ കൊണ്ട് അടിച്ചു. കുതിരയുടെ തോൽ വെയിലത്തിട്ടുണങ്ങി നാരുകളായി കീറിയെടുത്ത് അതിന്റെ അറ്റങ്ങൾ ഇരുമ്പ് കൊളുത്തുകൾ കെട്ടിയിട്ടതാണ് റോമൻ ചാട്ടവാറുകൾ. അത് ചേർത്ത് പിടിച്ച് വീശി അടിക്കുമ്പോൾ അനേകമായ തോൽവാറുകൾ അവന്റെ പുറത്ത് ചുറ്റിപ്പിടിക്കുവാൻ അറ്റങ്ങളുള്ള ഇരുമ്പ് ചൂണ്ടകൾ, ഇരുമ്പ് കൊളുത്തുകൾ അവന്റെ പുറത്തെ മാംസം കീറി കൊണ്ടുവരും. നടുകയും കുറുകയും അവരടിച്ചു. ഒരാൾ അടിച്ചു ക്ഷീണിക്കുമ്പോൾ മറ്റൊരാൾ വാങ്ങിച്ചടിച്ചു. അവന്റെ പുറത്തെ മാംസം മുഴുവൻ കീറി പറഞ്ഞു പോയി. അവന്റെ അസ്ഥികളൊക്കെ എണ്ണത്തക്കവണ്ണമായി. അവനെ കണ്ടാൽ ആളെല്ലാം തോന്നുമാർ അവൻ വിരൂപനായി. അവനെ അടിച്ച് കീറി അവന്റെ പുറത്തുണ്ടായ മുറിവിന് വേദപുസ്തകം പറയുന്നൊരു വാക്കുണ്ട്, അടിപ്പിണർ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുപിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളിൽ നിന്റെ രോഗശാന്തി ദൈവം വെച്ചു. അവന്റെ അടിപ്പിണരിൽ നിന്റെ ആത്മാവിന്റെ സൗഖ്യം ദൈവം വെച്ചു. നിന്റെ ശരീരത്തിന്റെ സൗഖ്യം ദൈവം വെച്ചു. നിന്റെ മനസ്സിന്റെ സൗഖ്യം ദൈവം വെച്ചു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവൻ ആ ക്രൂശം എടുത്തുകൊണ്ട് യെരൂശലേമിലെ വീതി കുറഞ്ഞ വഴിയിലൂടെ പട്ടണത്തിന് വെളിയിലുള്ള കാൽവറി മലയിലേക്ക് പോകണം. ഭാരമുള്ള ക്രൂശ് അവന്റെ പുറത്ത് താങ്ങി പിടിച്ചുകൊണ്ട് അവൻ നടക്കുമ്പോൾ വേച്ചവൻ മറിഞ്ഞു വീണു. 3 സ്ഥലം ആ വഴിയിൽ പ്രത്യേകം അവിടെ കുരിശ് പണിത് വെച്ചിട്ടുണ്ട്. യേശു മറിഞ്ഞു വീണ സ്ഥലങ്ങൾ. ഇവനെ നടത്തിക്കൊണ്ട് പോകാനൊക്കത്തില്ല. ആരും ഒറ്റ യഹൂദനും ക്രൂശെ തുറത്തില്ല. ക്രൂശ ശാപത്തിന്റെ പ്രതീകമാണ്. റോമൻ പട്ടാളക്കാരായ ഇവരുടെ ക്രൂശ് നമുക്കത്തില്ല. അപ്പോൾ കണ്ടു ഒരു അടിമ വരുന്നു. ലിബിയ ദേശക്കാരൻ ഒരു അടിമ. അവൻ പാടത്ത് പണിയെടുത്തിട്ട് വരുന്ന വഴി അവനെ നിർത്തിയിട്ട് പട്ടാളക്കാർ അവനെ നിർബന്ധിച്ചു ഈ ക്രൂശിന്റെ താഴത്തെ അറ്റം പൊക്കിപ്പിടിക്കാൻ. താഴത്തെ അറ്റം നിലത്ത് കിടന്ന് എഴയുകയാണ്. അതുകൊണ്ട് അവൻ വീഴുന്ന ഉഴുതു മറിക്കുന്ന പോലെയാണ് ക്രൂശിന്റെ താഴത്തെ അറ്റം. അവിടെ പൊക്കിപ്പിടിച്ചാൽ യേശുവിന് നടന്നു പോകാം. അവൻ താഴത്തെ അറ്റം പൊക്കിപ്പിടിച്ചു. അവന്റെ പേര് ശിമയോൻ. കൂലിപ്പണിക്കാരൻ, ദരിദ്രൻ. എന്നാൽ അവൻ യേശുവിന്റെ ക്രൂശിന്റെ അറ്റം പൊക്കിക്കഴിഞ്ഞ് വലിയ മാറ്റമുണ്ടായി അവന്റെ വീട്ടിൽ. അവന്റെ മകൻ റൂഫോസ് റോമൻ ചക്രവർത്തിയുടെ കീഴിൽ ഒരു സ്റ്റേറ്റിന്റെ ഗവർണറായി നിയമിക്കപ്പെട്ടു. അവന്റെ മകൻ അലക്സാണ്ടർ ധനികനായ ഒരു വ്യാപാരിയായി തീർന്നു. രൂപോസിനോട് ചോദിക്കാൻ, രൂപോസേ നിന്റെ അപ്പൻ ദരിദ്രനായിരുന്നല്ലോ, കൂലിക്കാരനാണല്ലോ, നീ ഇങ്ങനെ ഗവർണറായി? അവൻ പറയാനൊരു സംഭവമുണ്ട്. എൻ്റെ അപ്പൻ നസ്രയനായ യേശുവിൻ്റെ ക്രൂശിലെ അറ്റം ചുമന്നവനാ. യേശുവിൻ്റെ ക്രൂശിൻ്റെ അറ്റം ചുമക്കാൻ നിന്റെ ചെറിയ വില നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ സന്തതിക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. നിന്റെ തലമുറയ്ക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. ക്രൂശെടുത്തുകൊണ്ട് കാൽവറിയുടെ മുകളിലെത്തി പടയാളികൾ ക്രൂശ് വാങ്ങി നിലത്ത് വെച്ച് യേശുവിനെ പിടിച്ച് അതിൽ കിടത്തി അവരെ കൈകൾ വലിച്ചു വെച്ച് കാരിരുമ്പാടി അടിച്ചിറക്കി, പാദങ്ങൾ ചേർത്ത് വെച്ച് കാരിരുമ്പാടി അടിച്ചിറക്കി 3 ആണുകളിൽ പച്ചമര കുരിശിനോട് ചേർത്ത് യേശുവിനെ ബന്ധിച്ച ശേഷം അവർ കൈകളിൽ ആ ക്രൂശ് പൊക്കിയെടുത്ത് പാറയിൽ വെട്ടിയ കുഴിയിലിട്ട് ഉറപ്പിച്ചു. യേശുവിന്റെ യൗവന ശരീരം 3 ആണുകൾ കിടന്നു ഒലഞ്ഞു. അവന്റെ അസ്ഥികളൊക്കെ ബന്ധം വിട്ടുപോയി. അവന് നാവ് അണ്ണാക്കോട് പറ്റിപ്പോയി.
യേശു ഉറക്കെ നിലവിളിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ആ ഭാഗം എഴുതിയിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. യേശുവിന് നിരവധി പോരാട്ടങ്ങളായിരുന്നു. ഗത്സമന തോട്ടത്തിൽ വെച്ചാണ് മനുഷ്യന്റെ പാപം യേശുവിനെ ചുമത്തുന്നത്. അപ്പോൾ തന്നെ അവനെ കൊന്നുകളയുവാൻ ദുഷ്ട പിശാചുക്കൾ അവനോട് പോരാടി. അവന്റെ രക്തധമനികൾ പൊട്ടി, വിയർപ്പുരോഗം, ചോര തുള്ളികൾ വന്നു. അവൻ അപേക്ഷ അവയാതനം കഴിച്ച് മരണത്തെ വിടുവിക്കുന്ന ദൈവം ഒരു ദൂതനെ അയച്ച് അവനെ ഇവിടെ വിടുവിച്ചു. ശത്രുക്കൾ പോരാടുന്നു, പിശാചുക്കൾ പോരാടുന്നു. അവിടെ കൊണ്ടുവന്നു. അവൻ ക്രൂശിൽ തൂങ്ങിടക്കുമ്പോൾ ശാരീരിക ക്ലേശമുണ്ട്. അതിനേക്കാൾ കൂടുതലായിരുന്നു പൈശാചിക പോരാട്ടം. 22-ാം സങ്കീർത്തനം, ബാശാന്യ കൂറ്റന്മാർ എൻ്റെ നേരെ വന്നു, ഭൂമിഷ്ഠയോട് അലറുന്ന സിംഹം പോലെ അവരെന്റെ നേരെ വായ് പിളർക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു. കാൽവരി മലയിൽ നായ്ക്കൾ ഇവിടുന്ന് വന്നു, ബാശാൻ കൂറ്റന്മാർ ഇവിടുന്ന് വന്നു, ഭൂമിഷ്ഠയോട് അലറുന്ന സിംഹങ്ങൾ ഇവിടുന്ന് വന്നു. കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ഞാനായി. ദുഷ്ടപിശാച് അവനോട് പോരാടുകയാണ്. ആ സമയത്ത് പിതാവായ ദൈവം അവൻ ആശ്വാസം തരുമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ പാപം ചുമക്കുന്ന പുത്രനെ കാണുവാൻ മനസ്സില്ലാതെ ദൈവം മുഖം മറച്ചു കളഞ്ഞു. അപ്പോഴാണ് അവൻ നിലവിളിച്ചത്. അവൻ ഉറക്കം നിലവിളിച്ചു. ആരാ നിലവിളിക്കുന്നത്? കാൽവരി മലയിടുമ്പോൾ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഉറക്കെ അലറി കരയുന്നത് നിങ്ങൾ കേൾക്കുന്നുവോ? അവൻ ആരാണ്? ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ വിളിച്ചു വരുത്തവൻ, ആദിയിൽ വചനമായിരുന്നവൻ, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നവൻ, വചനം ദൈവമായിരുന്നവൻ, അവനാണ് ഉറക്കം നിലവിളിക്കുന്നത്. മത്തായി എഴുതുന്നു, അവൻ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. നിങ്ങൾക്കും എനിക്കും വേണ്ടി അവന്റെ പ്രാണനെ അവൻ ഒഴുക്കിക്കളഞ്ഞു. അവന് നിലവിളി ചെവി കൊണ്ടല്ല, ഹൃദയം കൊണ്ട് കേൾക്കണം. ദൂരെ ആ കാൽവരിയിൽ കിടന്നുകൊണ്ട് 33 വയസ്സുള്ള യേശു ക്രിസ്തു ദൈവത്തിനു മുമ്പിൽ ഉറക്കം നിലവിളിക്കുന്ന, വേദനയോട് നിലവിളിക്കുന്ന ആ നിലവിളി ഹൃദയത്തിനകത്ത് കേൾക്കണം. ഇത് മറക്കരുത്. അവന്റെ നിലവിളി അവൻ ജീവനെ വെച്ചു തന്നു. അവൻ മരിച്ചു. അവൻ ഡെഡ് ബോഡി യോസഫ് വാങ്ങിച്ച് കല്ലറയിൽ കൊണ്ടുവച്ചു. കല്ലറയുടെ വാതുക്കൽ വലിയ കല്ല്
പതിച്ചു. റോമൻ പട്ടാളക്കാർ കാവൽ നിന്നു. പക്ഷെ യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. വെളിയിൽ റോമൻ പട്ടാളക്കാർ റോന്തിട്ടുമ്പോൾ 33 വയസ്സുള്ള യേശു ക്രിസ്തു ദൈവത്തിനു മുമ്പിൽ ഉറക്കം നിലവിളിക്കുന്ന, വേദനയോട് നിലവിളിക്കുന്ന ആ നിലവിളി ഹൃദയത്തിനകത്ത് കേൾക്കണം. ഇത് മറക്കരുത്. അവൻ്റെ നിലവിളി അവൻ ജീവനെ വെച്ചു തന്നു. അവൻ മരിച്ചു. അവൻ ഡെഡ് ബോഡി യോസഫ് വാങ്ങിച്ച് കല്ലറയിൽ കൊണ്ടുവച്ചു. കല്ലറയുടെ വാതുക്കൽ വലിയ കല്ല് ഉരുട്ടി വെച്ചു. റോമൻ മുദ്ര അതിന്മേൽ പതിച്ചു. റോമൻ പട്ടാളക്കാർ കാവൽ നിന്നു. പക്ഷെ യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. വെളിയിൽ റോമൻ പട്ടാളക്കാർ റോന്തി കിട്ടുമ്പോൾ ഇതിനകത്ത് ദൂതന്മാരുണ്ട് കല്ലറയ്ക്കകത്ത്. അതെങ്ങനെ അറിയാം? ഇസ്രായേലിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ ദൈവം സമ്മതിച്ചില്ല. യേശു മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരം ദ്രവിക്കുവാനോ പുഴുവരിക്കുവാനോ ബാക്ടീരിയ തിന്നാനോ അനുവദിക്കാതെ വേണം ദൈവത്തിന്റെ ദൂതന്മാരവിടെ കാവൽ നിന്നു. 3-ാം ദിവസം രാവിലെ പാതാളത്തെ ജയിച്ച, മരണത്തെ ജയിച്ച യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് പോയി. ദുഷ്ടപിശാചുക്കൾ വിചാരിച്ചു ഇവൻ മരിക്കുമ്പോൾ അവകാശം അവർക്കാകുമെന്ന്. എന്നാൽ അവർക്ക് തെറ്റുപറ്റി. ദൈവത്തിന്റെ വാഗ്ദാനമുണ്ട്. ആദ്യം തന്നെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, സർപ്പം അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയുടെ സന്തതിയുടെ കാല് മുറിയുമ്പോൾ ആ മുറിഞ്ഞ കാലുകൊണ്ട് അവൻ സർപ്പത്തിന്റെ തലയെ ചവിട്ടി മെതിക്കുമെന്ന് ദൈവത്തിന്റെ വചനം. ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. മനസ്സിലവർ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശു ഉറക്കം നിലവിളിക്കുമ്പോൾ അവനെ കാലുകൊണ്ട് സർപ്പത്തിന്റെ തലയെ അവൻ ചവിട്ടി അരയ്ക്കുകയാണ്, ചവിട്ടി മെതിക്കുകയാണ്. അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അതിനുള്ള വില അവൻ കൊടുത്തു. വെറുതെ ഇവിടെ വന്ന് കയറിയിരിക്കുകയല്ല. ഇങ്ങനെ ഒച്ചവെക്കാൻ ആരും അനുവാദം തന്നു? ഇങ്ങനെ കൈയടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പ്രാഗൽഭ്യം കിട്ടി? വിശുദ്ധന്മാർ പന്തിയിലിരിക്കാൻ ആര് അനുവാദം തന്നു? ഒറ്റ മറുപടിയുള്ളൂ: യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എന്നെ കഴുകി. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എന്നെ വിശുദ്ധീകരിച്ചു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എനിക്ക് പ്രാഗൽഭ്യം തന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. അവൻ വീണ്ടെടുത്തു. അതാണ് 3-ാമത്തെ അനുഗ്രഹം. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ അവൻ നമ്മെ അനുഗ്രഹിച്ചു. അവൻ നമ്മെ ലോക സ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്തു. അവൻ നമ്മെ നിയമിച്ചു. അവൻ നമ്മെ വീണ്ടെടുത്തു. അടുത്ത് പറയുന്നു, അവൻ ഇന്ന് അവകാശം പ്രാപിച്ചു. ദൈവത്തിന്റെ അവകാശികളായി, യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി. യേശു ക്രിസ്തുവിന് എന്തെല്ലാം സ്വത്തുണ്ടോ അതിന്റെ കൂട്ടവകാശിയാണ് ഞാൻ. നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നീതീകരണം, പാപത്തിന് കടം വരുത്തിയ മനുഷ്യൻ വീട്ടാൻ നിവൃത്തിയില്ല. യേശു വന്ന് പറഞ്ഞു, നിന്റെ പാസ്ബുക്ക് കൊടുത്തോണ്ട് വാ, നിന്റെ കടത്തിന്റെ കണക്കെഴുതിയ പാസ്ബുക്ക് കൊണ്ടുവാ. യേശു പറഞ്ഞു, എൻ്റെ പാസ്ബുക്ക് ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ദൈവത്തിന്റെ ബാങ്കിൽ ചെന്ന് ഈ പാസ്ബുക്ക് കൊണ്ട് കൊടുത്തിട്ട് യേശു പറഞ്ഞു, അവന്റെ കടം എൻ്റെ കണക്കിൽ എഴുതണം, എൻ്റെ സ്വത്തുക്കൾ അവൻ്റെ കണക്കിൽ എഴുതണം. ഇതിൻ്റെ പേരാ നീതീകരണം. നീതീകരണം എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നല്ല, നിന്റെ സ്റ്റാറ്റസ് മാറി. ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ സ്റ്റാറ്റസ് മാറി. ഹല്ലേലൂയ! അവൻ ഇന്ന് അവകാശം പ്രാപിച്ചു. അടുത്തത് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് മരിക്കുന്നു. മുദ്രയിട്ടു. അവകാശത്തിന്റെ അച്ചാരം ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞ സകല പ്രോമിസുകളുടെയും ഒരു ഉറപ്പ്, നമുക്ക് ലഭിക്കാനുള്ള അവകാശത്തിന്റെ അഡ്വാൻസ് പേയ്മെന്റ്. ഒരു വസ്തു മേടിക്കാൻ വന്നു, എന്താ വില? 1 കോടി രൂപ വില. ഞാൻ ഗൾഫിൽ പോയിട്ട് പണം അയച്ചു തരാം, ഒരു അഡ്വാൻസ് ആയിട്ട് ഞാൻ 10 ലക്ഷം രൂപ തരാം. 10 ലക്ഷം രൂപ കൊടുത്തിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട് പോയേക്കുക. ആളുകൾ പറയും അവൻ കളിപ്പിക്കും, അവൻ വരത്തില്ല, അവൻ വന്ന് കേസ് കൊടുക്കും. എന്നാൽ വേറെ ഒരുത്തം വന്ന് പറഞ്ഞു, ഞാൻ അഡ്വാൻസ് തരാം. വില എത്ര? വില 10 കോടി. ഞാൻ അഡ്വാൻസ് തരാം 9,90,00,000. 9,90,00,000 അഡ്വാൻസ് കൊടുത്തിട്ട് പോയി, ഇനി 10 ലക്ഷം കൊടുക്കാനുള്ളൂ. അവൻ വരുമോ? അവൻ വരും. അവൻ വാങ്ങിക്കുമോ? വാങ്ങിക്കും. എന്താ കാര്യം? അത്രയ്ക്ക് വലിയ അഡ്വാൻസാണ്. നിനക്ക് അഡ്വാൻസ് എന്താണെന്ന് അറിയാമോ? തൃത്വത്തിൽ 3-അവനായ പരിശുദ്ധാത്മാവിനെ നിനക്ക് അഡ്വാൻസ് ആയിട്ട് തന്നു. നമ്മുടെ വാഗ്ദത്തത്തിന്റെ
അച്ചാരമാണ്. നമ്മുടെ അനുഗ്രഹങ്ങളുടെ അഡ്വാൻസ് ആണ്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യമുള്ളത് കൊണ്ടാണ് ഈ കൈയടിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യമുള്ളത് കൊണ്ടാണ് പരിസരം മറന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യമുള്ളത് കൊണ്ടാണ് പ്രതികൂലങ്ങൾ വന്നാലും എഴുന്നേറ്റ് നടക്കുന്നത്. ഇനി ആത്മീയത്തിൽ പോകത്തില്ല, കൂട്ടായ്മയിൽ പോകത്തില്ല, മതിയെന്ന് നീ പറഞ്ഞ് കിടക്കയിലായിരുന്ന സന്ദർഭമുണ്ട്. പക്ഷേ നീ അറിയാത്തൊരു ശക്തി അകത്തോട്ട് വന്നിട്ട് നിന്നെ അവിടുന്ന് പൊക്കി എഴുന്നേൽപ്പിച്ചു. അതിന്റെ പേര് അഭിഷേകത്തിന്റെ ശക്തി. അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ മുദ്രയിട്ടിരിക്കുന്നു. ഈ 7 അനുഗ്രഹങ്ങൾ പ്രാപിച്ച സഭയോട് അടുത്ത് പറയുന്ന വാക്യമാണ് ഞാൻ ആദ്യം വായിച്ചത്. ഇത്രയും അനുഗ്രഹം കിട്ടിയില്ലേ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം കിട്ടിയില്ലേ? അത് പോരാ, നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ലഭിക്കണം. വെളിപ്പാട് കിട്ടണം. ആന്തരിക അറിവിന്റെ പേരാ വെളിപ്പാട്. ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ് വെളിപ്പാട്. കണ്ണുകൊണ്ടുള്ള കാഴ്ചയ്ക്ക് കാഴ്ച എന്ന ബൈബിൾ പറയുന്നത്. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസതലത്തിനെ സഞ്ചരിക്കുന്നത്. ഈ കാണുന്നത് താൽക്കാലികം, കാണാത്ത നിത്യം. ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പുറമേയുള്ള കാഴ്ചയല്ല നമുക്കുള്ളത്, അകത്തുള്ള കാഴ്ചയാണ്. അവൻ 10,000 അതിസുന്ദരനാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഞാനിങ്ങനെ പറയാറുണ്ട്, സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാം കൂടെ എടുക്കപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിനെ കാണാൻ, യേശുവിനെ കാണാൻ. അപ്പോൾ അടുത്തേക്കോട് ചോദിക്കുക, ഏതാ യേശു ഒന്ന് കാണിച്ചു തരണേ. ദൂതന്മാരോട് ചോദിക്കുക, ഗബ്രിയേലേ ഏതാ യേശു ഒന്ന് കാണിച്ചു തരണമേ. ആരോടും ചോദിക്കത്തില്ല, അവനെ കാണുമ്പോഴേ നീ തിരിച്ചറിയും. കാരണം നീ അവനെ കാണാതെ സ്നേഹിക്കുക. നിന്റെ അകത്ത് അവന്റെ രൂപം അവൻ തന്നിട്ടുണ്ട്. അവനെ കാണുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ നിന്റെ പ്രിയനാണെന്ന്. വെളിപ്പാടിന്റെ ആത്മാവിനെ തന്നു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ അറിയണം? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി തുറന്നു, അങ്ങനെ ആ യേശുവിനെ അറിഞ്ഞത്. എന്നാൽ തുറന്നാ പോരാ, ഇനി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് 3 കാര്യങ്ങൾ നിങ്ങൾ അറിയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന്, ദൈവം നിങ്ങളെ വിളിച്ചതിന് ദൈവത്തിലുള്ള ഉദ്ദേശം നിങ്ങൾ അറിയണം. അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. അവന്റെ ബലത്തിനും വല്ലഭത്തിനും വ്യാപാരത്തിൽ വിശ്വസിക്കാൻ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. The purpose, the provision and the power. വെറുതെ അനുവദിക്കാനുള്ളൊരു ജീവിതമല്ല ദൈവം നമുക്ക് ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മളെ വിളക്കുകളാക്കിയിരിക്കുക. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം, ദൈവത്തിന്റെ പദ്ധതിയാണ്. ആത്മാവിൽ തെളിഞ്ഞ അഭിഷേകം പ്രാപിച്ചു എന്നാൽ യോഗത്തിന് വരുമ്പോൾ കൈയടിക്കാനും ചലിക്കുവാനും വേണ്ടി മാത്രം കിട്ടിയതാണെന്ന് ധരിക്കരുത്. ഒരു മോട്ടോർ പവറാ. ആ മോട്ടോർ ജോലി ചെയ്യാനുള്ള മോട്ടറാ. ആ ജോലി നിശ്ചയിക്കുന്നത് ദൈവമാണ്.